ഹേ ഗായ്സ്, വെൽക്കം ടു ഐഫോർ സ്മാർട്ട് കിച്ചൻ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളൊരു ഈസി റെസിപ്പിയുമായിട്ടാണ്. ഇതിൻ്റെ പേര് ക്രീമി ബട്ടർ പുഡിംഗ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നമുക്കൊന്ന് നോക്കാം. ആദ്യം ഒരു ബൗളിലേക്ക് നമുക്ക് 8 ഗ്രാം ചൈന ഗ്രാസ് ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് 1/4 കപ്പ് വാട്ടർ ഇട്ടൊന്ന് സോക്ക് ചെയ്യണം. ഇനി വേറൊരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡറും 1/4 കപ്പ് മിൽക്ക് ചേർത്തൊന്ന് മിക്സ് ചെയ്യണം. ഇനി നമുക്കൊരു സോസ് പാനിലേക്ക് 1/2 ലിറ്റർ മിൽക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ അൺസോൾട്ടഡ് ബട്ടർ 100 ഗ്രാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് കണ്ടൻസ് മിൽക്ക് ഇട്ടൊന്ന് ബട്ടർ മെൽറ്റ് ആയെന്ന് വരുന്ന മിക്സ് ചെയ്യണം. ഏകദേശം ബട്ടർ മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 to 4 ടേബിൾ സ്പൂൺ ഷുഗർ ഒന്ന് ഇട്ട് കൊടുത്തൊന്ന് മിക്സ് ചെയ്യണം. ഇപ്പോൾ നമ്മുടെ മിൽക്ക് ബോയിലായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബിസ്ക്കറ്റ്സ് ഇട്ട് കൊടുക്കുക. ഇനി ഇൻ കേസ് ഇല്ലെങ്കിൽ ബ്രെഡിൻ്റെ 4 സൈഡ്സ് റിമൂവ് ചെയ്തത് ഇട്ട് കൊടുത്തതൊന്ന് മിക്സ് ചെയ്യണം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത കസ്റ്റർഡ് മിക്സ് ഒന്ന് ഇട്ട് കൊടുത്ത് ഇതൊരു 2 to 3 മിനിറ്റ്സ് ഒന്ന് ബോയിൽ ചെയ്യണം. അപ്പോൾ നമ്മളുടെ കസ്റ്റർഡ് മിക്സ് ഇവിടെ ഒരു തിക്ക് ടെക്സ്ചർ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മെൽറ്റഡ് ചൈന ഗ്രാസ് ഒന്ന് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. എല്ലാം ഒന്ന് നല്ലപോലെ മിക്സ് ആയതിനു ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കൊരു ബ്ലെൻഡറിലേക്ക് 1/2 കപ്പ് ഫ്രഷ് ക്രീം ഇട്ട് കൊടുക്കണം. നേരത്തെ റെഡിയാക്കി കസ്റ്റർഡ് മിക്സ് ഒന്ന് കൂലായതിനു ശേഷം ബ്ലെൻഡറിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് ബ്ലെൻഡ് ചെയ്തതിനു ശേഷം നമ്മളുടെ പുഡിംഗ് ട്രേയിലോട്ടൊന്ന് ട്രാൻസ്ഫർ ചെയ്യണം. പുഡിംഗ് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യുന്നത് നട്ട്സ് കൊണ്ട് അല്ലെങ്കിൽ പൗഡേർഡ് ബിസ്ക്കറ്റ്സ് കൊണ്ട് ഡെക്കറേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇൻഷാല്ലാ വീട്ടിൽ ട്രൈ ചെയ്യണം. ഇതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റ് സെക്ഷനിൽ പറയണം. അതുമല്ലാണ്ട് മറക്കാണ്ട് ലൈക്കും ഷെയർ ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്.